തിരക്കഥയുടെ രാജാവെന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീനിവാസൻ, സിനിമാ നടൻ ശ്രീനിവാസൻ വിടവാങ്ങി. തൃപ്പൂണിത്തുറ താലൂക്ക് ഓഫീസിൽ വച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പല സമയങ്ങളിലും അസുഖബാധിതനായി മാറിയിരുന്നു കുറച്ച് നാളുകളായിട്ട്. കുറുക്കൻ എന്ന സിനിമയിൽ ഞാൻ അവിടെ ഷൂട്ടിങ്ങിൽ ചെന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളിക്ക് ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. സംസാരമൊക്കെ അവ്യക്തമായ രീതിയിലായിരുന്നു അന്നൊക്കെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പുള്ളി ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ തിരക്കഥ അന്ന് ഒരുപാട് ആളുകളെ ചിരിപ്പിച്ച തിരക്കഥകൾ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് കിട്ടിയൊരു സിദ്ധിയാണത്. മോഹൻലാലിനെയും അതുപോലെ മമ്മൂട്ടിയും കൂടി അഭിനയിച്ച് ചിരിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലും ഇദ്ദേഹം തമ്മിൽ നല്ല രീതിയിലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. കുറേ പടങ്ങൾ, അതുപോലെ സത്യനന്ദിക്കാടിൻ്റെ കൂടെ സംവിധാനം ചെയ്യുന്ന പടങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമയും മനസ്സിനൊരു സന്തോഷമൊക്കെ തരുന്ന രീതിയിലുള്ള തിരക്കഥകൾ എഴുതാൻ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, പുള്ളിക്കാരൻ അതിനകത്ത് ഏറ്റവും മോശകരമായ രീതിയിലുള്ള ഒരു സീൻ അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു ഈ വ്യത്യസ്തനായ ബാർബനാൻ ബാലനെ എന്നൊക്കെ പറഞ്ഞ മാതിരി വ്യത്യസ്തനായിട്ടുള്ള ഒരു നല്ലൊരു കലാകാരനായിരുന്നു. സിനിമാ ലോകത്തിനും അല്ലെങ്കിൽ ജനങ്ങൾക്കൊക്കെ കൂടി നഷ്ടപ്പെട്ടൊരു വലിയൊരു സാന്നിധ്യം, അതായത് ചിരിയുടെ സാന്നിധ്യം, ചിരിയുടെ തിരക്കഥ ഉണ്ടാക്കുന്ന ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിൽ എല്ലാവരും ദുഃഖിക്കുകയാണ്.